ഇന്ന് യേശുവപ്പച്ചൻ്റെ മാമോദിസ പെരുന്നാളാണ്. അതായത് ഞങ്ങൾ ദനഹ എന്ന് പറയും. അന്നേ ദിവസം പാച്ചോറുണ്ടാക്കും. അതെല്ലാ നാട്ടിലും ഇല്ല, തൃശ്ശൂരും കുന്നംകുളം ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ പപ്പയുടെ വീട് കുന്നംകുളമാണ്. അവിടെ ഇത് വളരെ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കും. മുറ്റത്ത് പിണ്ടി കുത്തും, അതൊക്കെ അലങ്കരിച്ച് ഭയങ്കര കേമാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു പാച്ചോറായാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചരി 1 ഗ്ലാസ് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്നത്, അരമുറി പച്ച നാളികേരം കേട്ടോ, ഉണക്ക നാളികേരം പറ്റില്ല, പച്ച നാളികേരം, അല്പം അര സ്പൂൺ ജീരകം, അല്പം ഉപ്പ്, 3 കഷ്ണം വെല്ലം എന്ന് ഞങ്ങൾ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞങ്ങളിവിടെ വെല്ലം എന്നാണ് പറയുക. പാച്ചോറുണ്ടാക്കാൻ തുടങ്ങാം. അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം കടായിലേക്ക് ഒഴിക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ടാൽ ഇച്ചിരി ഇട്ടാൽ ഈ ജീരകവും ഇത് കിടന്ന് വേവട്ടെ. അടച്ച് വെച്ച് വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അരി ഒരു 3/4 ഭാഗം വെച്ച് വരണേ. നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവണം. വെന്ത് ഈ വെള്ളം വറ്റി വരണം. അരി വെന്തോന്ന് നോക്കാം. ഈ പഴത്തിൽ നോക്കിയാൽ പറ്റും. ഇതിലേക്ക് ഈ സാധനങ്ങൾ ചേർക്കണ്ടേ? ഈ നാളികേരം കൂടെ ഇട്ട് ഇത് ഒന്നുകൂടെ നന്നായി ചേർത്തിളക്കി ഒന്നുകൂടെ ഇതിലെ വെള്ളമയം വറ്റിക്കുക. ഇനി ഇത് അടച്ചു വെക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതിലെ വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ, ആ നാളികേരം ഒന്ന് കിടന്ന് ഒന്ന് വെന്തോട്ടെ. ഇപ്പം ആവും കേട്ടോ. അരി അങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വെല്ലം ഒരുക്കാം. അതിനാവശ്യമായ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഈ വെല്ലം ഇടുക. ഇത് ഉരുകണം, നല്ല വെള്ളം ഉരുകണം. ഉരുകി ഇത് അരിച്ചെടുക്കണം. വെള്ളം ഉരുകി ഇതിനെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ച് വെക്കണം. എന്നിട്ട് വെള്ളത്തിൻ്റെ അഴുക്കൊക്കെ കാണില്ലേ, അരിച്ചെടുക്കുക. ഈ വെള്ളം ഇതിലോട്ട് അരിച്ചൊഴിക്കുക. വെള്ളത്തിൻ്റെ ജ്യൂസ് റെഡിയായേ. ഇനി ഇതെന്താണെന്നല്ലേ, ഈ വാഴയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാച്ചോറ് പരത്തുക. ഇത് ചൂടോടെ തന്നെ ഈ വാഴയിലേക്ക് ഇട്ട് നല്ലോണം അങ്ങോട്ട് പരത്തുന്നുണ്ട് ഉണ്ടോ. നന്നായി പരത്തിയിട്ടിത് ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ മുറിക്കും. ഓക്കെ, ഈ ബെല്ലൊരുക്കിയ ജ്യൂസില്ലേ ഇതിലേക്കാണ്ട് മുക്കിയിട്ട് തിന്നും. ഇതന്നെ ഞങ്ങളുടെ പാച്ചോറും ബെല്ലൊരുക്കിയ ജ്യൂസും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. മാമോദീസാക്കീരേർക്കും മറവാം ശക്തി സ്നാനത്തിൻ നെത്തി നാഥൻ